ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. നമ്മുടെ അശോക് ലൈലാൻഡ് വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ലൈലാൻഡ് പൊട്ടിപ്പോയത് തന്നെ എഞ്ചിനുകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ അശോക് ലൈലാൻഡ് അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ലോകം മുഴുവൻ തന്നെ അവർക്ക് പറ്റിയ എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡുകളെ തപ്പി കിടന്നു. ഈ എഞ്ചിനൊക്കെ നല്ലപോലെ റിലയബിളും ആയിരിക്കണം, ഇന്ത്യൻ കണ്ടീഷന് പറ്റിയതായിരിക്കണം. അങ്ങനെ അവർ പറ്റിയ ഒരു എഞ്ചിൻ കണ്ടുപിടിച്ചു. അത് ജപ്പാനിലുള്ള ഹീനോ കമ്പനിയുടെ എഞ്ചിനായിരുന്നു. ഹീനോയുടെ 6 സിലിണ്ടറും അതേപോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിനുകളൊക്കെ പിന്നീട് അങ്ങോട്ട് അശോക് ലൈലാൻഡ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് വലിയൊരു മാറ്റമാണ് ആ കമ്പനിയിൽ കൊണ്ടുവന്നത്. ഓൾറെഡി നല്ലപോലെ റിലയബിളായ വണ്ടികളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കൂടുതൽ അത്യാവശ്യം നല്ല റിലയബിളായ ജാപ്പനീസ് എഞ്ചിനും അവർക്ക് കിട്ടി തുടങ്ങി. ഈ എഞ്ചിനൊക്കെ മാറിക്കഴിഞ്ഞ് 78-ൽ അവർ ചീറ്റി എന്ന് പറഞ്ഞ ഒരു ബസ് കൊണ്ടുവന്നു. ഈ ഒരു ബസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റിയർ എഞ്ചിനുള്ള ബസ്സാണ്. അത് കഴിഞ്ഞ് 79-ൽ അവരുടെ ഒരു വിപ്ലവകരമായ ഒരു വണ്ടി വന്നു. അതായിരുന്നു ടോറസ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൾട്ടി ആക്സിൽ ട്രക്കാണ് ടോറസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം നിലവിലും വലിയ ടിപ്പറുകളെ, അതായത് മൾട്ടി ആക്സിൽ ടിപ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേര് ടോറസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടോറസ് എന്ന് പറഞ്ഞ പേര് വന്നത് അശോക് ലൈലാൻഡിൻ്റെ ഈ ഒരു വണ്ടിയിൽ നിന്നാണ്. അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ഈ ഒരു വണ്ടി ആ സമയത്ത്. അത്രയ്ക്ക് വലിയൊരു വിപ്ലവമാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ടോറസ് എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. അത് കഴിഞ്ഞ് 80 മുതൽ 82 കാലഘട്ടം നോക്കുകയാണെങ്കിൽ അശോക് ലൈലാൻഡിൻ്റെ ഒരുപാട് പുതിയ പ്ലാന്റുകൾ വന്നു. രാജസ്ഥാനിൽ വന്നു, മഹാരാഷ്ട്രയിൽ വന്നു, അൽവാറിൽ വന്നു. അവരവരുടെ ആ ഒരു പ്രൊഡക്ഷനൊക്കെ നല്ലപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്തു. ഇതിനിടയ്ക്ക് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വെസ്റ്റിബ്യൂൾ ബസ്സും നമ്മുടെ അശോക് ലൈലാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. 87 ആയപ്പോഴത്തേക്കും നമ്മുടെ ഹിന്ദുജയും ഇവോക്കും കൂടെ അശോക് ലൈലാൻഡിനെ അങ്ങോട്ട് വാങ്ങിച്ചു. ഇപ്പം നിലവിൽ നോക്കിയാലും ഹിന്ദുജ ഗ്രൂപ്പാണ് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇത് വലിയൊരു മാറ്റമാണ് ഈ കമ്പനി കൊണ്ടുവന്നത്. 1990 ആയപ്പോഴത്തേക്കും അവരവരുടെ സ്വന്തമായിട്ടുള്ള ടെക്നിക്കൽ സെൻറ്ററും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ റിസർച്ചും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ തന്നെ സ്വന്തം ചെയ്യാൻ തുടങ്ങി. 93 ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അശോക് ലൈലാൻഡാണ്. 93-ൽ ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരസിംഹ റാവു അശോക് ലൈലാൻഡിന് ഒരു കാര്യം ചുമതലപ്പെടുത്തി. അതായത് ഇന്ത്യക്ക് വേണ്ടി പുതിയ ഡിഫൻസ് വണ്ടികൾ ഉണ്ടാക്കാനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 94-ലുണ്ടായ ലെജൻഡറിയായ വണ്ടിയാണ് നമ്മുടെ സ്റ്റാലിയൻ 4x4 എന്ന് പറയുന്നത്. 99-ലെ കാർഗിൽ വാറിൽ നോക്കുകയാണെങ്കിൽ വളരെ മേജറായ ഒരു സ്ഥാനം വഹിച്ച വണ്ടി തന്നെയാണ് ഈ ഒരു സ്റ്റാലിയൻ എന്ന് പറയുന്നത്. പട്ടാളക്കാരെ കൊണ്ടുപോകാനും അതേപോലെ സ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയും ഒരുപാട് ദുർഘടം പിടിച്ച പാതയിൽ കൂടെ സാധനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയും ഇന്ത്യൻ ആർമീനെ നല്ലപോലെ തന്നെ സഹായിച്ചൊരു വണ്ടിയായിരുന്നു സ്റ്റാലിയൻ എന്ന് പറയുന്നത്. അത് വരുന്നത് 94-ലാണ്. 96-ൽ അവർ പിന്നെയും പുതിയൊരു പ്ലാന്റ് ഹൊസൂറിൽ കൊണ്ടുവന്നു. 2002-ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് ബസ് നമ്മുടെ അശോക് ലൈലാൻഡ് കൊണ്ടുവരുന്നത്. പിന്നെ ആ ഒരു സമയമൊക്കെ നോക്കുകയാണെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ അശോക് ലൈലാൻഡ് വണ്ടികളും പയ്യെ പോപ്പുലറാകാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇതിന് ആവശ്യക്കാർ കൂടിയപ്പം 2006-ൽ റാസൽ കൈമയിൽ അവർ പുതിയൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗൾഫ് കൺട്രീസിന് വേണ്ട വണ്ടികളൊക്കെ അവിടെ തന്നെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ സ്കൂൾ ബസ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ അശോക് ലൈലാൻഡിൻ്റെ ഒരുപാട് സ്കൂൾ ബസ്സുകൾ നമുക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ പ്ലാന്റ് തുടങ്ങി, അവിടെ തന്നെ വണ്ടി ഉണ്ടാക്കി. അവിടെയും ഈ ഒരു കമ്പനി നല്ലപോലെ തന്നെ പോപ്പുലർ 2007-ൽ നമ്മുടെ ഹിന്ദുജ ഗ്രൂപ്പ് ഇവോക്കോ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയെ മൊത്തമായിട്ട് അക്വയർ ചെയ്തു. അങ്ങനെ ഇവോക്കോ ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ കയ്യിലായതോട് തന്നെ ആ ടെക്നോളജിയുടെ കാര്യത്തിൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അവർക്ക് ആ ഒരു ലോക നിലവാര ടെക്നോളജിക്ക് വേണ്ടി ഇവോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊണ്ട് ആ ടെക്നോളജികളൊക്കെ അവർ നമ്മുടെ അശോക് ലൈലാൻഡിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ ഇവോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഹിന്ദുജ ഗ്രൂപ്പ് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അശോക് ലൈലാൻഡിൽ പിന്നെയും നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതായത് അവരുടെ വണ്ടികളൊക്കെ ആ ഒരു ലോക നിലവാരമുള്ള വണ്ടികളാകാൻ തുടങ്ങി. നമ്മുടെ യൂറോപ്യൻ വണ്ടികൾ പോലെ തന്നെ കമ്പനി ക്യാബിനും നല്ല കംഫർട്ടബിളായ ഇൻറ്റീരിയേഴ്സും AC-യും ഓടിക്കാനുള്ള ഒരു സിംപ്ലിസിറ്റിയും, അതായത് ട്രക്കുകളെ അവർ കുറച്ചുകൂടി സിമ്പിളാക്കി നമ്മൾക്ക് കാറുകൾ പോലെ തന്നെ ട്രക്കുകളൊക്കെ ഓടിക്കാവുന്ന രീതിയിലേക്ക് അശോക് ലൈലാൻഡും ആ സമയത്ത് മാറി തുടങ്ങിയായിരുന്നു. 2008-ലാണ് അവർ ആ ഒരു LCV സെഗ്മെൻറ്റിലേക്ക് വരാനായിട്ട് ആ ഒരു ട്രൈ തുടങ്ങിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം ദോസ്ത് എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി വരുന്നത് ആ ഒരു സമയത്താണ്. ആ സമയത്ത് ദോസ്തിൻ്റെ ഒരു കൺസെപ്റ്റ് അവർ കാണിച്ചായിരുന്നു. പിന്നീട് 2011-ൽ ദോസ്ത് അവർ ലോഞ്ച് ചെയ്യാണ് ചെയ്തത്. ദോസ്ത് എന്ന് പറയുന്ന ആ ഒരു വണ്ടി എന്ത് വലിയ സക്സസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ LCV സെഗ്മെൻറ്റിലേക്കും ആ ഒരു സമയമായപ്പോൾ നമ്മുടെ അശോക് ലൈലാൻഡ് കടന്നു വന്നു. പിന്നെയും ഒരുപാട് നല്ല ട്രക്കുകൾ വരാൻ തുടങ്ങി. 2013 ആയപ്പോഴത്തേക്കും അവർ ആ ഒരു ബോസ് എന്ന് പറയുന്ന ട്രക്ക് കൊണ്ടുവന്നു. ബോസ് എന്ന് പറയുന്ന ട്രക്കും നല്ലപോലെ ഫേമസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ക്വാളിറ്റിയുള്ള ക്യാബിനും മൊത്തത്തിൽ ആ ഒരു ലോക നിലവാരത്തിലാണ് ആ ഒരു ബോസ് എന്ന് പറഞ്ഞ വണ്ടി വന്നത്. അത് കഴിഞ്ഞ് 2015-ൽ അവർ ക്യാപ്റ്റൻ സീരീസ് കൊണ്ടുവന്നു. ക്യാപ്റ്റൻ സീരീസും നല്ല ലോക നിലവാരമുള്ള വലിയ ട്രക്കുകളാണ് കൊണ്ടുവന്നത്. 2020 നോക്കുകയാണെങ്കിൽ നമുക്ക് ബെഡാ ദോസ്ത് എന്ന് പറയുന്ന ദോസ്തിന് തന്നെ ഒരു അപ്ഡേഷൻ കിട്ടി. 2020 തന്നെ അവർ ആ ഒരു AVTR റേഞ്ച് കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു ന്യൂ ജനറേഷൻ വണ്ടികൾ നമ്മുടെ ഭാരത് ബെൻസിനോടൊക്കെ കടപിടിക്കുന്ന പോലത്തെ അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു വണ്ടികൾ വരുന്നത് ആ ഒരു AVTR റേഞ്ചിലാണ്. അതിനൊക്കെ കാരണമായത് തന്നെ ഈ ഒരു ഇവോക്കോനെ അവർ അക്വയർ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അശോക് ലൈലാൻഡും ലോക നിലവാരമുള്ള വണ്ടികൾ നമ്മൾ ഇന്ത്യക്കാർക്ക്
തരാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് നോക്കുകയാണെങ്കിൽ പാർട്ട്ണർ അങ്ങനത്തെ ഒരുപാട് ചെറിയ വണ്ടികളും അവർ കൊണ്ടുവരാൻ തുടങ്ങി. ആ ഒരു LCV സെഗ്മെൻറ്റിലും അവർ നല്ലപോലെ തന്നെ കത്തിക്കയറാൻ തുടങ്ങി. ടാറ്റയായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ദോസ്ത് വന്നതോടുകൂടി ടാറ്റയുടെ ആ ഒരു സെയിലൊക്കെ നല്ലപോലെ തന്നെ അശോക് ലേലാൻഡിനും കുറച്ച് പിടിച്ചെടുക്കാൻ പറ്റി. ഇതിനിടയ്ക്ക് അശോക് ലേലാൻഡിൻ്റെ ആ ഒരു പാസഞ്ചർ വണ്ടികളിലേക്കും ഒരു വിപ്ലവം കൊണ്ടുവരാൻ നോക്കി. അതായത് അവർ ചെറിയ വാനുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കി. 2008 അവർ നിസാനുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലാണ് ആ ഒരു വണ്ടി കൊണ്ടുവന്നത്. ആ വണ്ടി പലർക്കും അറിയാൻ പറ്റത്തില്ല. സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു വാൻ പോലത്തെ വണ്ടി നമ്മുടെ അശോക് ലേലാൻഡിന് ഉണ്ടായിരുന്നു. അതായത് നിസാൻ്റെ ആ ഒരു ഇവാലിനെ ബേസ് ചെയ്തിട്ട് അശോക് ലേലാൻഡിൻ്റെ ആ ഒരു ബാഡ്ജൊക്കെ വെച്ച് ലുക്കിലൊക്കെ കുറച്ച് മാറ്റം പറ്റി സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു വണ്ടി അവർ കൊണ്ടുവന്നായിരുന്നു, ചെറിയ ആ ഒരു വാൻ സെഗ്മെൻറ്റൊക്കെ പിടിക്കാൻ വേണ്ടി. പക്ഷേ അത് മാർക്കറ്റിൽ വമ്പൻ പരാജയമായിപ്പോയി. പലർക്കും ഇങ്ങനൊരു വണ്ടി ഉണ്ടെന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. 2020 നമ്മുടെ അശോക് ലേലാൻഡ് സ്വിച്ച് എന്ന് പറഞ്ഞ് പുതിയൊരു ഇലക്ട്രിക് വണ്ടികളുടെ ആ ഒരു ശ്രേണിയും ഉണ്ടാക്കി. അവിടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഒരിടയ്ക്ക് നല്ലപോലെ തരംഗമായി ഒന്നെയാണ്. അപ്പം ഇനി അവർ ഇലക്ട്രിക് ബസ് ഉണ്ടാക്കുന്നത് ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിലാണ്. 2021 നമ്മുടെ അശോക് ലേലാൻഡ് ഫാൽക്കൺ സീരീസ് എന്ന് പറഞ്ഞ് ഒമാനിലും അവർ കുറേ വണ്ടികൾ ലോഞ്ച് ചെയ്തു. ആ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രികളിലൊക്കെ ഈ ബ്രാൻഡ് നല്ലപോലെ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വണ്ടികൾ, പ്രത്യേകം വണ്ടികളൊക്കെ അവർക്ക് വേണ്ടി നമ്മുടെ അശോക് ലേലാൻഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു ലെവലിലേക്ക് കമ്പനി മാറി. 2022 1,00,000 AVTR മോഡലുകളാണ് അശോക് ലേലാൻഡ് വിട്ടത്. അതായത് ഈ ഒരു വണ്ടി ഇറങ്ങുന്നത് 2020 2 വർഷം കൊണ്ട് തന്നെ 1,00,000-ഓളം AVTR ശ്രേണിയിൽ വരുന്ന ട്രക്കുകൾ അവരുണ്ടാക്കി. അത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് മാർക്കറ്റ് ആ ഒരു ശ്രേണിയുള്ള ട്രക്കുകൾക്ക് കൊടുത്തത്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അശോക് ലേലാൻഡ് ഇലക്ട്രിക് വണ്ടികൾ കൂടാണ്ട് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ യൂസ് ചെയ്യുന്ന വണ്ടികളെക്കുറിച്ച് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഹൈഡ്രജനും പുതിയ ഫ്യൂവലുകളും അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതായത് ഭാവിക്ക് വേണ്ടി ഇപ്പോഴേ അവർ കരുതി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു ബ്രാൻഡാണ് നമ്മുടെ അശോക് ലേലാൻഡ്. അങ്ങനെ തികഞ്ഞ രാജ്യസ്നേഹിയായ ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ പേര് തുടങ്ങിയ ഒരു ബ്രാൻഡ് ഇന്ന് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യം തന്നെയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെയാണ് ഈ ഒരു ബ്രാൻഡും വളരുന്നത്. ഇന്ത്യയുടെ വളർച്ചയിൽ തന്നെ വലിയൊരു പങ്ക് വഹിച്ച ബ്രാൻഡ് കൂടെയാണ് നമ്മുടെ അശോക് ലേലാൻഡ്. നമ്മുടെ കൊമേഴ്ഷ്യൽ സെക്ടർ ആയാലും അതേപോലെ നമ്മുടെ മിലിറ്ററിയുടെ കാര്യങ്ങളായാലും എല്ലാത്തിലും അശോക് ലേലാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന് വലിയ പങ്ക് തന്നെയുള്ളത്. ഇവ നമ്മളെ യുദ്ധങ്ങളിൽ ജയിക്കാൻ വരെ സഹായിച്ചേക്കുന്നത് ഈ ഒരു ബ്രാൻഡാണ്. ഇനിയിപ്പോൾ നിലവിൽ 30,000-ലധികം വർക്കേഴ്സ് പണി ചെയ്യുന്ന ഏഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽ 50-ലധികം കൺട്രികളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ബ്രാൻഡാണ് നമ്മുടെ അശോക് ലേലാൻഡ്. 3,500 കോടിയിലേറെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. With passion in our hearts, we march forward. Fueled by ambition, we forge a new path. Undeterred by challenges, we keep rising. Ashok Leyland. दुनिया की राह पर कोई मंजिल दूर नहीं.